ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നൊരു മുല്ലപ്പൂ മാലയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇപ്രാവശ്യം കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റിലെ തന്നെ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞേക്കുന്നത് ഇതുപോലത്തെ ഒരു ഗ്രീൻ ത്രെഡും പിന്നെ സൂചിയും പിന്നെ മുല്ലപ്പൂവുമാണ് നമുക്ക് വേണ്ടത്. ഈ വക ഐറ്റംസ് എല്ലാം നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നീഡിൽ സൂചി കോർത്തിട്ട് ഇതുപോലെ മുല്ലപ്പൂ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗത്ത് മാത്രം 2 മുല്ലപ്പൂ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കെട്ടിട്ട് അങ്ങനെ വേണേൽ സാധാരണ എങ്ങനെയാണോ മുല്ലപ്പൂ വെട്ടുന്നത് അതുപോലെയും കെട്ടാം. അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ട് എല്ലാ മുല്ലപ്പൂയിലും ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് അങ്ങനെ വേണേലും ചെയ്യാം. ഞാനിപ്പം ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രമേ അങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇടഭാഗത്തെല്ലാം ജസ്റ്റ് ഇതുപോലെ കയറ്റി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ത്രെഡിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയുള്ള എംബ്രോയ്ഡറി ത്രെഡൊക്കെ ഉണ്ടല്ലോ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഗ്രീൻ കളറോ വൈറ്റോ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ മറ്റ് കളേഴ്സൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും അത് കാണാനൊരു ഭംഗിയില്ലായിരിക്കും. അപ്പം നിങ്ങൾ ഗ്രീനോ അല്ലെങ്കിൽ വൈറ്റ് ത്രെഡോ ഉപയോഗിക്കും. ഗ്രീൻ ത്രെഡായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഗ്രീൻ ആയിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാൻ കേട്ടോ. അതിനിപ്പം ഇത്ര റേറ്റ് ഇടാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. മാർക്കറ്റിൽ കൊടുക്കുന്നതിൻ്റെ ആ ഒരു റേറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും ഇടാം. ഷിപ്പിംഗ് ചാർജൊക്കെ ഉൾപ്പെടുത്തി ഫ്രീ ഷിപ്പിംഗ് എന്നൊക്കെ ആക്കി വേണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു റേറ്റും കാര്യങ്ങളും ഒക്കെ ഇടാം. ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഇപ്പോഴും ആ മുല്ലപ്പൂ മാല ഭയങ്കര ട്രെൻഡിങ് ആണ്. ആ ഒരു ഓണം വിഷു ഒക്കെ ആകുമ്പോഴത്തേക്കും മുല്ലപ്പൂവിൻ്റെ ആ ഒരു മാല ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ലാസ്റ്റിൽ എല്ലാം കൂടെ കെട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ലാസ്റ്റിലും ഫസ്റ്റിലും മാത്രം കെട്ടിട്ട് കൊടുത്തിട്ട് ഇടഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറ്റി ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഇതും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ സെയിൽ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ സോഷ്യൽ മീഡിയാസിലും വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റേറ്റസായിട്ടും അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ടും ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കുക. കിട്ടി പോയാൽ പോയി എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മെറ്റീരിയൽസിനൊന്നും വലിയ റേറ്റ് ഒന്നും എനിക്കിങ്ങനെ തോന്നില്ല. മുല്ലപ്പൂവിനാണെങ്കിലും പാക്കറ്റ് വൈസ് കിട്ടും, പീസിനും കിട്ടുമെന്ന് എനിക്ക് തോന്നും. പാക്കറ്റ് വൈസ് ഞാൻ ഈ ഒരു മുല്ലപ്പൂ വാങ്ങിച്ചത് 300 രൂപയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു അതിലും കുറവായിട്ട് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ വെച്ച് വിടുക, അത്ര മാത്രമേ ഉള്ളൂ. ട്രൈ ചെയ്യുന്നതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു മുല്ലപ്പൂ മാല കെട്ടി വരുന്നത്. പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പം മുല്ലപ്പൂവിന് മുഴം കണക്കാണല്ലോ, അപ്പം സെൻറ്റിമീറ്റർ കണക്ക്, മുഴം കണക്ക്, അങ്ങനത്തെ ഒരു കണക്കാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ റേറ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെറ്റീരിയൽസ് കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടുന്നതാണ്. ഇവിടുത്തെ ഇപ്പം പത്തനംതിട്ടയിലെ മെയിനായിട്ട് മോട്ടി സ്റ്റോർ അടൂറാണല്ലോ ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഈ ഒരു മുല്ലപ്പൂവിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസ് വിൽക്കുന്ന എറണാകുളത്തൊക്കെയും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ചാല മാർക്കറ്റ് അവിടെയൊക്കെ ഇതുപോലത്തെ ഐറ്റംസൊക്കെ കിട്ടുന്നതാണ്. അപ്പം നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകൾ ഏതാണെന്ന് വെച്ചാൽ തിരക്കി നോക്കിയിട്ട് അങ്ങനെ ആ ഒരു പ്രൈസ് റേഞ്ചൊക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനി അടുത്ത മേക്കിംഗ് വീഡിയോ എന്തിൻ്റെ വേണമെന്നുള്ളതുകൂടെ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റിലും ലാസ്റ്റിലും മാത്രമേ ഞാനിങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ ഇടഭാഗത്തെല്ലാം ജസ്റ്റ് ഇതുപോലൊന്ന് ഇങ്ങനെ ആ ഒരു ബീഡ്സ് അല്ല, മാലയുടെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് അതാണ് വായിൽ എപ്പോഴും വരുന്നത്.
ആ ഒരു മുല്ലപ്പൂ ഇങ്ങനെ കയറ്റി കയറ്റി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2-3 കെട്ടെങ്കിലും അത് അഴിഞ്ഞു പോകാത്ത രീതിയിൽ 2-3 കെട്ടെങ്കിലും ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ടെന്ന് കൊടുത്താൽ മാത്രം മതി. ഒരുപാടങ്ങ് വലിച്ച് മുറുക്കി ആ ഒരു മുല്ലപ്പൂ ഒന്നും വൃത്തികേടാക്കരുത്. കാരണം ഒരു തെർമോക്കോൾ ബോളി ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഈ ഒരു മുല്ലപ്പൂ തന്നെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കാനും പറ്റും. ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഈ മുല്ലപ്പൂ ഉണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതിനെന്തോ ഒരു പേരുണ്ട്, ആ പേര് ജസ്റ്റ് ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട് അതിനും. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് തിരക്കി നോക്കിയിട്ട് അതിനനുസരിച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബായ്.